നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ അപ്പൊ മാമ, അപ്പമാന് ഫുട്ബോൾ കളിക്കാൻ അറിയില്ലേ? നമുക്ക് ഇവിടെ കളിക്കണ്ട, നമുക്ക് പുറത്തു പോയി കളിക്കാം. മാമ വന്ന് എന്റെ കൂടെ. അല്ല, ഇതുവരെ കുശലം പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ല. നിങ്ങളത് പറഞ്ഞതുമില്ല. കണ്ടിട്ട് വെറുതെയുള്ള വരവല്ലെന്നാ തോന്നിയേ. എന്താ വിശേഷം? അത് പിന്നെ എന്റെ മോള് ഇവിടുത്തെ ഋഷിമോനും തമ്മിലെ ഭയങ്കര പ്രണയത്തിലാ. അവര് തമ്മിലെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. അത് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, എന്താ പറഞ്ഞത്? ഇന്നത്തെ കാലമല്ലേ, കുട്ടികളുടെ ഇഷ്ടത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. അഞ്ജലി ഇങ്ങനൊരു വിവാഹക്കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോ ഒരു വിവാഹാലോചനയായി മുന്നോട്ട് പോകാമെന്ന് ഞങ്ങളും കരുതി. അത് പറയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ തന്നെ നേരിട്ട് വന്നത്. അല്ല, ജാനകിക്ക് ഇത് അറിയായിരുന്നോ? ഏയ്, എനിക്കറിയില്ല. എന്തോ എന്നോട് പറയുന്നു ഋഷി. പക്ഷേ ഇക്കാര്യത്തിൽ അവനൊരു ചെറിയ സൂചന പോലും തന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ സ്കൂളിൽ വെച്ചത് മാഡത്തിനോട് പറയാമായിരുന്നു. പക്ഷേ അതല്ലല്ലോ മര്യാദ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച തന്നെയാ. അഞ്ജിത എന്റെ ചികിത്സയ്ക്കായി ഇവിടെ വരുമ്പോ അവളും ഋഷിയും തമ്മിലുള്ള വർത്താനവും പെരുമാറ്റവും അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അന്നേ ഉള്ളിൽ എനിക്കൊരു സംശയം തോന്നിയതാ. ഇപ്പൊ അത് സത്യമായി. അപ്പോ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാല്ലേ? അഭിപ്രായം എന്തായാലും അത് തുറന്നു പറയണം മാഡം. ദേവിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളൂ. ഞങ്ങളത് ഇവിടെ സംസാരിക്കുകയും ചെയ്തു. ദേവിക മികച്ചൊരു അധ്യാപികയാ. ഞങ്ങളുടെ സ്കൂളിന്റെ നിലവാരം ഉയർത്തിയത് ദേവികയുടെ കഠിന പ്രയത്നമാ. പോരാത്തതിന് ദേവികയുടെ സ്വഭാവ ഗുണം അതെനിക്ക് വളരെ ഇഷ്ടാ. കുടുംബത്തിൽ പിറന്നവർക്ക് ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ ദേവികയുടെ അനിയത്തിയും ദേവികയെപ്പോലെ നല്ലൊരു കുട്ടിയാണെന്ന് കരുതാം. അവള് മോശക്കാരി ഒന്നും അല്ല ജാനകി. ആ കുട്ടിയുടെ ശ്രമം കൊണ്ടല്ലേ ഞാനിപ്പോ ആയാസം ഇല്ലാതെ നടക്കുന്നേ. അത് ശരിയാ, അതിന് മോളെ പ്രത്യേകം അഭിനന്ദിക്കണം. പക്ഷേ വിവാഹകാര്യത്തിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതിന് ഋഷിയുടെ സമ്മതം കൂടി വേണം. അതിന് മറ്റുള്ള തടസ്സങ്ങളൊന്നും ഞങ്ങളുടെ ഭാഗത്തില്ല. അല്ലേ മഹേട്ട? അതെ അതെ, ഋഷി സമ്മതിച്ച പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. ദേവികയുടെ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഋഷി വരട്ടെ, അവനോടും കൂടി ചർച്ച ചെയ്തിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.